CPMന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിക്കുന്നു. പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുമ്പോൾ ദേശീയ ശ്രദ്ധ മുഴുവൻ CPMലാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകത്തിന് വലിയ പ്രാധാന്യമുള്ള കാലമാണിത്. കേരളത്തിൽ മാത്രമാണ് CPM ഭരണത്തിലുള്ളത്. തുടർച്ചയായി പതിറ്റാണ്ടുകളോളം ഭരിച്ച പശ്ചിമ ബംഗാളിൽ CPM തകർന്ന് തരിപ്പണമായി മാറി. ത്രിപുരയിൽ പോലും CPM തകർന്ന് തരിപ്പണമായി മാറി. അങ്ങനെ തകർന്ന് തരിപ്പണമായ CPMന് ഊർജം നൽകുന്നത് കേരളമാണ്. ആരാകും CPMന്റെ ജനറൽ സെക്രട്ടറി? ജനറൽ സെക്രട്ടറി MA ബേബിയാകും എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. MA ബേബിക്കാണ് മുൻതൂക്കം. MA ബേബിക്ക് തന്നെയാണ് മുൻതൂക്കമെങ്കിലും ഇപ്പോൾ ഉത്തരേന്ത്യൻ ലോബി അശോക് ദാംബ്ലെയെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന വാർത്തയാണ് എക്സ്ക്ലൂസീവായി ഞങ്ങൾ പുറത്തുവിടുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ അധ്യക്ഷനാണ് അശോക് ദാംബ്ലെ. മുതിർന്ന നേതാവുമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് ഉത്തരേന്ത്യൻ ലോബി വാദിക്കുന്നു. പക്ഷേ കേരള ഘടകം എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. കേരള ഘടകം ആർക്കൊപ്പം നിൽക്കും? ആർക്കൊപ്പമാകും കേരള ഘടകത്തിൻ്റെ നിലനിൽപ്പ്? ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. MA ബേബിയും പിണറായി വിജയനും തമ്മിൽ അകൽച്ചയിലായിരുന്നു കുറച്ചു കാലം. ഇപ്പോൾ ഇരുവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് കേരളത്തിൽ. ഒരു കാലത്ത് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര നേതൃത്വം MA ബേബിയെ മാറ്റി നിർത്തുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. അദ്ദേഹത്തിന് കർണാടകത്തിൻ്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാനുള്ള ചുമതല നൽകി. ഇത്തവണ MA ബേബിക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ആകണമെങ്കിൽ കേരളം കനിയണം. പിണറായി വിജയൻ്റെ നീക്കം വളരെ പ്രധാനമാണ്. കേന്ദ്ര നേതൃത്വത്തിനും MA ബേബി ആകണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലെ നേതാക്കൾ അവർ ഒന്നടങ്കം പറയുന്നത് അശോക് ദാംബ്ലെയുടെ പേരാണ്. ബംഗാൾ ത്രിപുര ഘടകത്തിൻ്റെ, തമിഴ്നാട് ഘടകത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കണം MA ബേബിക്ക് ജനറൽ സെക്രട്ടറിയാകാൻ. എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നാൽ അത് CPMന് വലിയ ക്ഷീണമായി മാറും, വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെ MA ബേബിയെ സെക്രട്ടറിയാക്കാനുള്ള ശ്രമം പോളിറ്റ് ബ്യൂറോ നടത്തുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലെ നേതാക്കൾ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന. മധുരയിലെ പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുമ്പോൾ പാർട്ടിയുടെ തകർച്ചയെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഏറെയും നടക്കുന്നത്. ബംഗാളിലും ത്രിപുരയിലും ഏറെക്കാലം ഭരിച്ച CPM തകർന്നടിഞ്ഞത് പുതിയ തലമുറ വരാത്തത് കൊണ്ടാണ്. പുതിയ തലമുറയിലെ നേതാക്കളെ കൊണ്ടുവരാത്തത് കൊണ്ടാണ്. പുതിയ തലമുറയിലെ നേതാക്കൾ വന്നാൽ മാത്രമേ ഒരു പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാകൂ. കേരളത്തിൽ CPM അതിന് ശ്രമിക്കുന്നുണ്ട്. M സ്വരാജിനെയും P രാജീവിനെയും അടക്കമുള്ള പുതിയ തലമുറയെ കൊണ്ടുവന്നു കഴിഞ്ഞു CPM. പക്ഷേ ബംഗാളിലും ത്രിപുരയിലും അന്ന് അത് നടന്നില്ല. അത് അനിവാര്യമായ തോൽവിക്ക് കാരണമായി മാറുകയും ചെയ്തു, അനിവാര്യമായ തകർച്ചയ്ക്ക് കാരണമായി മാറുകയും ചെയ്തു എന്ന് പറയുന്നതാകും ശരി. എന്തായാലും MA ബേബിയാണോ അശോക് ദാംബ്ലെയാണോ ജനറൽ സെക്രട്ടറി എന്ന് അറിയേണ്ടതുണ്ട്. ഇരുവരും തമ്മിൽ ഒരു മത്സരം നടക്കുമോ എന്നതും കണ്ടറിയണം. MA ബേബി ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലെത്തി ജനറൽ സെക്രട്ടറി ആകുന്ന വ്യക്തി MA ബേബിയായി മാറും. പ്രകാശ് കാരാട്ട് മലയാളിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കേരളം അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയായിരുന്നു. പക്ഷേ MA ബേബിയുടെ പ്രവർത്തന മണ്ഡലം കേരളമായിരുന്നു. കേരളത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് MA ബേബി. താത്വിക ആചാര്യൻ കൂടിയാണ് MA ബേബി. അതുകൊണ്ട് തന്നെ MA ബേബിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആര് ജനറൽ സെക്രട്ടറി ആകണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള ഘടകമാണ്. കേരള ഘടകത്തിൻ്റെ നീക്കം അതിനിർണായകമാണ്. ഒടുവിൽ ഒരു മത്സരം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പോകുന്നു കാര്യങ്ങളുടെ പോക്ക്. അശോക് ദാംബ്ലെ ഒരുപാട് കാർഷിക സമരങ്ങൾ നയിച്ച് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം നയിച്ചിട്ടുള്ള കാർഷിക സമരങ്ങളെല്ലാം ചരിത്രമാണ്. അദ്ദേഹത്തിന് മുൻതൂക്കം കൊടുക്കണം. മഹാരാഷ്ട്രക്കാരനായ, മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന, ബേബിയേക്കാൾ പ്രായക്കൂടുതലുള്ള അദ്ദേഹത്തിന് മുൻതൂക്കം കൊടുക്കണം എന്ന് വാദിക്കുന്നവർ ഉണ്ട് ഉത്തരേന്ത്യയിൽ. ഉത്തരേന്ത്യൻ ലോബിയാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. കേരള ഘടകം തീരുമാനിക്കണം MA ബേബി ജനറൽ സെക്രട്ടറി ആകണോ വേണ്ടയോ എന്ന്.
കാരണം കേരള ഘടകത്തിൻ്റെ തീരുമാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനത്തിന്. ഇപ്പോൾ പാർട്ടിയിൽ ഏറ്റവും കരുത്തൻ, CPM-ൽ ഏറ്റവും കരുത്തൻ പിണറായി വിജയനാണ്. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും അദ്ദേഹം കരുത്തനാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്ന ഒരു വ്യക്തി ജനറൽ സെക്രട്ടറി ആകും എന്നുള്ളത് ഉറപ്പാണ്. MA ബേബിയുടെ പേര് പിണറായി നിർദ്ദേശിച്ചാൽ അധികമാർക്കും ഇടപെടാൻ സാധിക്കില്ല. കാരണം തുടർച്ചയായി CPM-ന് അല്ലെങ്കിൽ LDF-ന് ഭരണ തുടർച്ച നൽകിയത് പിണറായി വിജയൻ്റെ മാസ്മരികമായ സാന്നിധ്യമാണ്, പിണറായി വിജയൻ്റെ തന്ത്രങ്ങളാണ്. തന്ത്രങ്ങൾ പയറ്റാൻ അദ്ദേഹം മിടുക്കനാണ്. ആധുനിക രാഷ്ട്രീയക്കാരനായ, ആധുനിക കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയൻ അറിയാം എവിടെ എങ്ങനെ തന്ത്രങ്ങൾ മെനയണമെന്ന്, എവിടെ എങ്ങനെ ആരെ ചവിട്ടി ഒതുക്കണമെന്ന്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ കളത്തിലേക്ക് എത്തിയതും അണികളുടെ ക്യാപ്റ്റനായി മാറിയതും പിണറായി എന്നത് മിന്നൽ പിണറായിയുടെ പര്യായമായി മാറിയതും ഒക്കെ. എന്തായാലും അശോക് ധാവളയ്ക്ക് വേണ്ടി ഒരു വിഭാഗം പണി തുടങ്ങിയിരിക്കുന്നു, MA ബേബിക്ക് വേണ്ടി മറ്റൊരു വിഭാഗം പണി തുടങ്ങിയിരിക്കുന്നു. വേറൊന്ന്, CPM-ൻ്റെ കർണാടക ഘടകം MA ബേബിക്ക് മുമ്പിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നതാണ്. ഇനി കേരള ഘടകമാണ് തീരുമാനിക്കേണ്ടത്, തമിഴ്നാട് ഘടകമാണ് തീരുമാനിക്കേണ്ടത്. കേരള ഘടകം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ ആരും തയ്യാറാകില്ല. കാരണം കേരളത്തിന് അത്ര പ്രസക്തിയുണ്ട് CPM-ൽ. ഇപ്പോൾ കേരളത്തിലെ CPM-ന് വലിയ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി അഖിലേന്ത്യാ നേതൃത്വം, അഖിലേന്ത്യാ നേതാക്കൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഒരു സമവായം എന്ന നിലയ്ക്ക് പ്രകാശ് കാരാട്ടിനെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. ഒന്നുകിൽ അശോക് ധാവളെ അല്ലെങ്കിൽ MA ബേബി, ഇതാണ് ഇപ്പോഴത്തെ ചോയ്സ്. ഇതിനുവേണ്ടി ഒരു മത്സരം നടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ ഒരു മത്സരം നടന്നാൽ, പാർട്ടി കോൺഗ്രസിൽ അങ്ങനെ ഒരു മത്സരം നടന്നാൽ അത് CPM-ന് ക്ഷീണമായി മാറും. അതുകൊണ്ട് ഐക്യകണ്ഠേന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനാണ്, ജനറൽ സെക്രട്ടറി ആക്കാനാണ് അവർക്ക് ഇഷ്ടം. ഒരു മത്സരം ഒഴിവാക്കുക, വിഭാഗീയത ഒഴിവാക്കുക, അതൊക്കെയാണ് CPM ആഗ്രഹിക്കുന്നത്. CPM ഇന്ത്യയിൽ വലിയ പ്രസ്ഥാനമൊന്നുമല്ല. കേരളത്തിൽ മാത്രം ഭരണത്തിലിരിക്കുന്ന പ്രസ്ഥാനമാണ്. ബംഗാളിൽ നാമാവശേഷം വന്ന പ്രസ്ഥാനമാണ്. ത്രിപുരയിൽ വളരെ ഗതികേടിലാണ് CPM. ബംഗാളും ത്രിപുരയുമൊക്കെ CPM ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർക്കണം, തുടർച്ചയായി പതിറ്റാണ്ടുകളോളം. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ CPM-ന് രാഷ്ട്രീയ പ്രസക്തിയില്ല എന്ന് കരുതരുത്. ചെറിയ പ്രസ്ഥാനമാണെങ്കിലും ഇന്ത്യയിലെ ഗതിവിഗതികളിൽ, മതേതരത്വത്തിൽ ഒക്കെ ഇടപെടാൻ CPM-ന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ വലിയ വലിയ പത്രപ്രവർത്തകർ എത്തിയിരിക്കുന്നത്, വിദേശ പത്രപ്രവർത്തകർ പോലും എത്തിയിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ പത്ര ലോബിയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അനിവാര്യതയാണെന്ന് തിരിച്ചറിയാനുള്ള കാരണം CPM-ൻ്റെ പ്രസക്തിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായി BJP-യെ, സംഘപരിവാറിനെ എതിർക്കുന്ന പ്രസ്ഥാനം അന്നും ഇന്നും എപ്പോഴും CPM-ആണ്. അതാണ് CPM-ൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി. എന്തായാലും CPM-ൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇനി കണ്ടറിയണം. MA ബേബിയാണോ അശോക് ധാവളെയാണോ സെക്രട്ടറി ആവുന്നത്? MA ബേബിക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ അശോക് ധാവളയ്ക്ക് വേണ്ടി ഉത്തരേന്ത്യൻ ലോബി കളി തുടങ്ങിയിരിക്കുന്നു. ഇനിയെല്ലാം പിണറായി തീരുമാനിക്കും.